ഹായ് ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 32/2025 മലയാളം 10th ലെവൽ മെയിൻസ് എക്സാമിനേഷൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ അകത്ത് ചോദിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അപ്റ്റോൺ റീസണിംഗ് പഠന ക്വസ്റ്റ്യൻസ്, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളുള്ള വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കാം. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒന്നാമത് നമ്മൾ നോക്കുന്ന ബയോളജി സെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികളേവ? ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള ലിവിംഗ് ടിഷ്യൂസ്, അതായത് ട്യൂത്തിന്റെ ലിവിംഗ് ടിഷ്യൂസ് എന്ന് കാണപ്പെടുന്നത് ദന്തൽ പൾപ്പിലാണ് റീജനറേറ്റീവ് സെല്ലുകൾ കാണപ്പെടുന്നത്. സോ ബേസിക്കലി ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2-ൽ തന്നിരിക്കുന്ന കാര്യമാണ് ഇനാമൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്ന് പറയുന്നത് തെറ്റാണ്. ഡെൻഡേൻ അല്ല ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്ന് പറയുന്നത് ഇനാമലാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, ദ ഇന്നർ പാർട്ട് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത് ബേസിക്കലി പൾപ്പ് ക്യാവിറ്റി തന്നെയാണ്. പൾപ്പ് ക്യാവിറ്റിയിലാണ് പല്ലിന്റെ നെർവ് സെല്ലുകൾ, അതുപോലെ ബ്ലഡ് വെസൽസ് ഒക്കെ കാണപ്പെടുന്നത്. നെർവ് സെല്ലുകളും ബ്ലഡ് വെസൽസും ഒക്കെ കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 എന്ന് പറയുന്നത് ശരിയാണ്. നെക്സ്റ്റ്, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലം എന്ന് പറയുന്ന സിമെന്റം കറക്റ്റ് ആണ്. പല്ലിനെ മോണയുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന പറയപ്പെടുന്ന ജോയിനിങ് ടിഷ്യൂ എന്ന് പറയുന്നത് സിമെന്റമാണ്. ഈ സിമെന്റം എന്ത് ചെയ്യുന്നു? ടൂത്ത് റൂട്ടിനെ കവർ ചെയ്യുന്നു. സിമെന്റം എന്ന് പറയുന്നത് പല്ലിന്റെ വേരുകളെ കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിമെന്റമാണ്. സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3ഉം സ്റ്റേറ്റ്മെന്റ് നമ്പർ 4ഉം ശരിയാണ്. സോ ഓപ്ഷൻ ബി 3, 4 ശരിയാണ് ഇവിടുത്തെ ശരിയായ ഉത്തരവെന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ജീവകം എന്ന് പറയുന്ന വൈറ്റമിൻ ഇ ആണ്. സോ ബേസിക്കലി ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. ഈ ബാക്കിയുള്ള വൈറ്റമിൻസ് എന്തൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. വൈറ്റമിൻ എ, ജീവകം എ എന്ന് പറയുന്നത് വിഷൻ, അതായത് കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം അയോൺ, മഗ്നീഷ്യം അയോൺ. കാൽസ്യം കോൺസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ചെയ്യുന്ന ബോൺസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കാലുവേദന അല്ലെങ്കിൽ എല്ലുവേദനയൊക്കെ സന്ധിവേദനയൊക്കെ വരുന്നതിനകത്ത് ബേസിക്കലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പ്രധാന കാരണമാകാറുണ്ട്. സോ വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ആണ്. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. സോ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ അഥവാ ജീവകം ഇ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഫസ്റ്റ് വൺ കോളറ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോളറ എടുത്തു കഴിഞ്ഞാൽ കോളറ പരത്തുന്നത് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. കോളറ പരത്തുന്നത് വൈറസ് അല്ല, കോളറ പരത്തുന്നത് ബാക്ടീരിയ ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എലിപ്പനിക്ക് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമാവുന്നത്. സോ ബേസിക്കലി എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. അപ്പൊ രണ്ടാമത്തേത് ശരിയാണ്. നെക്സ്റ്റ് വൺ സ്ക്രബ് ടൈഫസിന്റെ പേര് കേൾക്കുമ്പോൾ എന്താ നോർമലി? ഇറ്റ് ഈസ് ബേസിക്കലി ചെള്ളുപനി. സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് ചെള്ളുപനിയാണ്. ചെള്ളുപനിക്ക് കാരണമാകുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേര് എന്ന് പറയുന്നത് ഓറിൻഷ്യ സുസുഗാമുഷി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് അതിന് കാരണമാകുന്നത്. സോ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ചെള്ളുപനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മങ്കി പോക്സ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് അല്ല, വൈറൽ ഡിസീസ് ആണ്. കാരണം മങ്കി പോക്സ് എഴുതുന്നത് MPXP എന്നാണ്, മങ്കി പോക്സ് വൈറസ്. അപ്പോൾ മങ്കി പോക്സിന് കാരണമാകുന്നത് ഒരു വൈറസ് ആണ്. സോ നാലാമത്തെ ജോഡി ശരിയല്ല, മൂന്നാമത്തെ ജോഡിയും ശരിയല്ല, ഒന്നാമത്തെ ജോഡി ശരി, 2 മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം സിലിക്കോസിസ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസീസ് അല്ല.
ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്ന DNA ചേഞ്ചിങ് വരുന്നതിന്റെ പരമായിട്ട് ഉണ്ടാവുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജനറ്റിക് ഡിസീസുകൾ അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ സിലിക്കോസിസ് ഒരു ജനിതക രോഗമല്ല. പക്ഷേ ഒരു ജനിതക രോഗത്തിന് എക്സാമ്പിൾ ആണ് ഹീമോഫീലിയം സിക്കിൾ സെൽ അനീമിയ. ഹീമോഫീലിയം സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ജനറ്റിക് ഡിസീസസ് ആണ്. നമ്മൾ നോക്കിയാൽ പോളിയോ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമല്ല. ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമല്ല. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമല്ല. സോ ബേസിക്കലി ഇവിടുത്തെ ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത് ഹീമോഫീലിയം സിക്കിൾ സെൽ അനീമിയയും മാത്രമാണ്. സോ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടുത്തെ ശരിയായ ഉത്തരവെന്ന് പറയുന്നത്. ഡൺ. സോ ബയോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5G നെറ്റ്വർക്കിന്റെ കണക്ഷനകത്തൊക്കെ അല്ലെങ്കിൽ ഹൈ ഫാസ്റ്റ് നെറ്റ്വർക്കിന്റെ കണക്ഷനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറുകൾ എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്രാം കണ്ടിട്ടുണ്ടാവും. ഡയഗ്രാം ഇങ്ങനെയാണ് വരും. ഒരു ഫോർ എക്സാമ്പിൾ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. എങ്ങനെയുള്ള റിഫ്ലക്ഷൻ? കംപ്ലീറ്റ് റിഫ്ലക്ഷൻസ്. സോ ഈ കംപ്ലീറ്റ് റിഫ്ലക്ഷൻ വഴിയായിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ അകത്തോടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്. that reflection is called total internal reflection. Why it is called total internal reflection? ടോട്ടൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്, ബട്ട് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അകത്ത് തന്നെയാണ്. സോ വെളിയിലേക്ക് പോകുന്നില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഫസ്റ്റ് വൺ മീറ്റർ എന്ന് പറയുന്നത് ദൂരം അഥവാ ലെന്തിന്റെ യൂണിറ്റ് ആണ്. എന്താണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന്. ഒരു വർഷത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലാനറ്റുകൾ തമ്മിലുള്ള ദൂരത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷർമെന്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ലെന്ത് തന്നെയാണ്. പിന്നെയുള്ളത് സെക്കൻഡ് മാത്രമാണ് യൂണിറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന്റെ യൂണിറ്റ് ആണ്. സോ തന്നിരിക്കുന്നതിൽ ഓഡ് 1 എന്ന് പറയുന്നത് ഓപ്ഷൻ സി സെക്കൻഡ് ആണ്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന ഒരു വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാം. അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു കോൺകേവ് മിറർ ആണ്. ഒരു കോൺകേവ് മിറർ ആണ് തന്നിരിക്കുന്നത്. ആ കോൺകേവ് മിററിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് 10 സെന്റിമീറ്റർ അകലെ വെച്ചിരിക്കുന്നു. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് ഫോർ എക്സാമ്പിൾ അപ്പൊ എന്താണ്? ഇതാണ് ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന്റെ ലെന്ത്, ഒബ്ജക്റ്റ് എത്ര ദൂരം അകലെയാണ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് സൈൻ കൺവെൻഷൻ അനുസരിച്ച് യു എന്ന് പറയുന്നത് -10 ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 40 സെന്റിമീറ്റർ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. സോ ബേസിക്കലി ഒരു കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം 10 സെന്റിമീറ്റർ അകലെ വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് വി എന്ന് എവിടെ ഫോം ചെയ്യുന്ന 40 സെന്റിമീറ്റർ അകലെ, അത് നെഗറ്റീവ് തന്നെയാണ്, -40 എന്ന് കിട്ടും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫോക്കൽ ലെന്ത് ആണ്. ഇനി നമ്മൾ ഒരു മിററിനെ സംബന്ധിച്ചിടത്തോളം മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/u + 1/v = 1/f ആണ്. ക്രോസ് ചെയ്താൽ v + u / vu = 1/f എന്ന് കിട്ടും. അതായത് f = vu / v + u. vu / v + u. വിയുടെ വാല്യൂ എന്താണ്? -40 × -10 ഡിവൈഡ് ബൈ -40 -10. സോ -40 × -10. ഇപ്പൊ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യ കിട്ടും. അതായത് 400 ഡിവൈഡ് ബൈ -40 -10 -50. ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. 40 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 8 40 -8 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് -8 സെന്റിമീറ്റർ. ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് -8 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ? അത്രയാണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? സോ ബേസിക്കലി അവിടെ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് ലൈം നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറുന്നു.
കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന സ്ലേക്കഡ് ലൈം എന്നാണ്. അപ്പൊ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരു തിളക്കം ഫോം ചെയ്യുന്നത്. അതായത് നമ്മുടെ കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവുന്നു. കാൽസ്യം ഓക്സൈഡിനെ ക്വിക്ക് ലൈം എന്ന് വിളിക്കാം, കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കാം. ഈ സ്ലേക്കഡ് ലൈമിന്റെ ഫോർമേഷൻ മൂലമാണ് തിളക്കം ഉണ്ടാവുന്നത്, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോർമേഷൻ. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇരുമ്പ് ഫയലിങ്ങളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ അയൺ ഉണ്ട്, അയണിലേക്ക് നമ്മൾ ഡൈലൂട്ട് HCl ഒഴിക്കുന്നു. ഡൈലൂട്ട് HCl ഒഴിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ആസിഡുമായിട്ട് ഏതെങ്കിലും ഒരു മെറ്റൽ റിയാക്ട് ചെയ്യുമ്പോൾ, വെൻ ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽ, ഹൈഡ്രജൻ ഗ്യാസ്, ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് സോൾട്ട് വിൽ ബി ജനറേറ്റഡ്. സോ എന്താണ് അയൺ പ്ലസ് HCl എന്ന് പറയുമ്പോൾ FeCl3 പ്ലസ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ തന്നെ ഫെറിക് ക്ലോറൈഡും ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസും ഫെറിക് ക്ലോറൈഡും ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. അതായത് മെറ്റല്, ഏതെങ്കിലും ഒരു മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും, കൂടി ഒരു സാൾട്ട് കൂടി ഫോം ചെയ്യും. നെക്സ്റ്റ് വൺ, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്താ? നമുക്ക് 4 തരത്തിലുള്ള സബ്ഷെല്ലുകളുണ്ട്. എസ് സബ്ഷെല്ല്, പി സബ്ഷെല്ല്, ഡി സബ്ഷെല്ല്, എഫ് സബ്ഷെല്ല്. എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ പറ്റും, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ പറ്റും, ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ പറ്റും, എഫ് സെലക്ഷനിൽ 14 ഇലക്ട്രോൺ പറ്റും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡി സബ്ഷെല്ലാണ്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ ഡി 10 ആയിരിക്കും. ഓപ്ഷൻ ഡി 10 ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഡാഷിന്റെ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റേനിയം ഓക്സൈഡ്, ഈ ടൈറ്റേനിയം ഓക്സൈഡിന്റെ ഓറാണ്. ടൈറ്റേനിയം ഓക്സൈഡ് ഉൽപാദനത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവാണ് എന്തെന്ന് പറയുന്നത്, ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാഗ്നൈസ് ഓക്സൈഡിന്റെ ആണെങ്കിൽ അതിന്റെ പേരെന്ന് പറയുന്നത് പൈറോലൂസൈറ്റ് ആണ്. പൈറോലൂസൈറ്റ് ആണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ തോറിയം നോക്കിയാൽ തോറിയം പ്രധാനമായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ മോണസൈറ്റ് സ്റ്റാൻഡുകളിലാണ്. മോണസൈറ്റ് സാൻഡുകളിലാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ കൊല്ലത്തെ ഷോറുകളിൽ, കൊല്ലത്തെ തീരങ്ങളിൽ കാണപ്പെടാറ്. കേരളത്തിൽ കാണപ്പെടുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സ്പീഷ്യസ് ആണ് എന്താണ്, തോറിയം. തോറിയം എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സ്പീഷ്യസ് ആണ്. അത് കാണപ്പെടുന്ന കൊല്ലം ജില്ലയിലെ മോണസൈറ്റ് സാൻഡുകളിലാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ടൈറ്റേനിയം ഓക്സൈഡ് ആണ്. നെക്സ്റ്റ് വൺ, അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? സോ നമ്മളിപ്പോൾ ഒരു അക്വേറിയം കൺസിഡർ ചെയ്താൽ അക്വേറിയത്തിൽ വാട്ടർ ഉണ്ട്, താഴെ നിന്ന് ബബിൾ വരുമ്പോൾ ബബിൾസ് മുകളിലേക്ക് വരും തോറും വലുതായി വരുന്നു. സോ മുകളിലേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്? മുകളിലേക്ക് വരും തോറും അതിന് മുകളിലുള്ള വെള്ളത്തിന്റെ അളവ് കുറയുന്നു, അതായത് അതിന് മുകളിലുള്ള പ്രഷർ വാല്യൂ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. അതായത് വെള്ളത്തിന് കുമ്പിൾ ഇവിടെ നിൽക്കുന്നു, അപ്പൊ ഇത്രയും വെള്ളത്തിന്റെ പ്രഷർ ഉണ്ട്. അതിനുശേഷം മുകളിലേക്ക് വരും തോറും എന്ത് സംഭവിക്കുന്നു? വെള്ളത്തിന്റെ അളവ് കുറയുന്നു, ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഒന്നാമത്തെ വാതക നിയമമായിട്ടുള്ള ബോയിൽസ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ 4 നിയമങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, അതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, അതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിളുകൾ കൂടുമ്പോൾ വോളിയം കൂടുന്നു, അതാണ് അവോഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഡാൾട്ടൺ ലോ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറുമായി ബന്ധപ്പെട്ടു. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 2 ഗേഷ്യസ് കമ്പോണന്റുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓരോ കമ്പോണന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറിന്റെ സമ്മാനിക്കും എന്നുള്ളതാണ്. അതായത് ടോട്ടൽ പ്രഷർ പി ടോട്ടൽ എന്ന് പറയുന്നത് 2 കമ്പോണന്റ് എയും ബിയും ഉണ്ടെങ്കിൽ PA പ്ലസ് PB ആയിരിക്കും എന്ന്. അതാണ് ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബോയിൽസ് ലോ ആണ്. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോർഷനിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.